വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, എ കൺസ്ട്രക്ടർ ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്ലാസ്, ഫീൽഡ്, ഫംഗ്ഷൻ, പ്രോപ്പർട്ടി. കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എന്താണ്? ക്ലാസ് ആണോ, ഫീൽഡ് ആണോ, ഫംഗ്ഷൻ ആണോ, അതോ ഫംഗ്ഷൻ ആണ്? കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് ഇസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഹാവിംഗ് നെയിം സെയിം ആസ് ദാറ്റ് ഓഫ് ക്ലാസ്. ക്ലാസിന്റെ അതേ പേര് തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, assume that Honda is an instance of car class and the car has a member function run. Which of the following is the correct call to the run function? Run function call ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Honda gives run, Honda dot run Honda. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ്. ഇനി ഓപ്ഷൻ എ. ഓക്കെ, വേറെ ആരെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? വേറെ ആർക്കും ഓപ്ഷൻ ബി ഉണ്ട്, ഓപ്ഷൻ എ ഉണ്ട്. അപ്പോ ഈ ആൻസർ വരുമായിരുന്നു. ഹോണ്ട എന്ന് പറയുന്നത് ഇസ് എ പോയിന്റർ ടു ആൻ ഒബ്ജക്റ്റ് ആയിരുന്നു. പോയിന്റർ ടു ആൻ ഒബ്ജക്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആൻസർ വരുമായിരുന്നു. സാധാരണ ഒരു ഹോണ്ട എന്ന് പറയുന്നത് സാധാരണ ഒരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്. ഓക്കെ, മെമ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഹോണ്ട എന്ന് പറയുന്ന ഒബ്ജക്റ്റിന്റെ ഇപ്പൊ ഇൻസ്റ്റൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹോണ്ട എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കാറിന്റെ ഒബ്ജക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോട്ട് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് മെമ്പർ ഫംഗ്ഷൻ ആക്സസ് ചെയ്യുന്നത്. ഇനി ഗീവ്സ് എന്ന് പറയുന്നത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഹോണ്ട എന്ന് പറയുന്നത് ഒരു പോയിന്റർ ടു എ ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? ഗീവ്സ് റൺ എന്ന് പറഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, if a member variable is declared as one of the below, all objects of that class have access to that variable. താഴെ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ ഒരു വേരിയബിള് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഓബ്ജക്ട്സിനും ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക്, ഓട്ടോ, എക്സ്റ്റേൺ, രജിസ്റ്റർ, എല്ലാ ഓബ്ജക്ട്സിനും കോമൺ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ വരുന്ന വേരിയബിൾ ഏതാണ്? ഹലോ, കട്ടായോ? നെറ്റ് കട്ടായോ? ഇല്ലല്ലോ, ക്ലാസ്സിലുണ്ടല്ലോ ഞാൻ. ഹലോ, ഓക്കെ. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ എ സ്റ്റാറ്റിക് വേരിയബിൾ ആണ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് വേരിയബിൾ ആണ് എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമ്മള് എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ കണ്ടതാണ്. എല്ലാ ഒബ്ജക്ട്സിനും കോമൺ ആയിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും സ്റ്റാറ്റിക് വേരിയബിളിൽ ഉണ്ടാവുക. അത് കാരണം എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഹൗ മെനി ആക്സസ് സ്പെസിഫയർ ആർ ദെയർ ഇൻ CPP? CPPക്ക് അല്ലെങ്കിൽ C++നകത്ത് എത്ര ആക്സസ് സ്പെസിഫയർ ഉണ്ട്? 3 ആക്സസ് സ്പെസിഫയർ. ഏതൊക്കെയാണ്? പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. ജാവയ്ക്കാണെങ്കിലോ? ജാവയ്ക്കാണെങ്കിൽ 4. ഏതൊക്കെയാണ്? പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, ദെൻ പ്രൊട്ടക്റ്റഡ് ഉണ്ട്, ഡിഫോൾട്ട് ഉണ്ട്. ഇത് കൂടാതെ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞ ഒരു മോഡിഫയറും കൂടെ. ഓക്കെ, ആക്സസ് മോഡിഫയർ ചെയ്ത് സ്പെസിഫയർ ആണ് ചോദിച്ചിരിക്കുന്നത്. മോഡിഫയർ ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസിയന്റ് എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു. ഈ മോഡിഫയർ ആണ്, ആക്സസ് മോഡിഫയർ ആണ്. സ്റ്റാറ്റിക് എന്ന് പറയുന്ന ഒരു മോഡിഫയർ ആണ്, ട്രാൻസിയന്റ് ഒരു മോഡിഫയർ ആണ്, രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു മോഡിഫയർ ആണ്. ഇതെല്ലാം മോഡിഫയേഴ്സ്. ഓക്കെ, ആക്സസ് സ്പെസിഫയേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഉള്ളൂ. ഏതൊക്കെയാണ്? പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, ഡിഫോൾട്ട്. ഓക്കെ, ശരി. നെക്സ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് കൺട്രി എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് വേരിയബിൾസ് ഉണ്ട്. അതിനകത്ത് സെറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതേപോലെ ഗെറ്റ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. USA എന്ന് പറയുന്നത് കൺട്രി എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യാണ്. അതിനുശേഷം ഞാനാണെങ്കിൽ ഒരു മെയിൻ ഫംഗ്ഷന്റെ അകത്ത് USAയുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഒബ്ജക്റ്റ് വഴി ഞാൻ സെറ്റ് പോപ്പുലേഷൻ വഴി ഞാൻ പോപ്പുലേഷൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അതിന്റെ വാല്യൂ ഒബ്ജക്ട് ഡോട്ട് ഗെറ്റ് പോപ്പുലേഷൻ വഴി ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദ്യം.
ഔട്ട്പുട്ട് 100 ആണോ 0 ആണോ കമ്പൈലേഷൻ എറർ ആണോ ഗാർബേജ് വാല്യൂ ആണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നു? 100 ഉണ്ട്, 0 ഉണ്ട്, കമ്പൈലേഷൻ എറർ ഉണ്ട്, ഗാർബേജ് വാല്യൂ ഉണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയുക. പ്രോഗ്രാം നന്നായിട്ട് നോക്കുക, പ്രോഗ്രാം നന്നായിട്ട് നോക്കിയിട്ട് പറയും. ഓപ്ഷൻ സി ആണോ? ഓപ്ഷൻ സി ആണ്. വേറെ ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ എ ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. എന്തുകൊണ്ടാണ് ഈ ഓപ്ഷൻ സി പറഞ്ഞ ആള് എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി ചൂസ് ചെയ്തത്? ഈ പ്രൈവറ്റ് ആയിട്ടാണല്ലോ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പം പബ്ലിക് മെമ്പർ ഫംഗ്ഷൻ ഇവിടെ പ്രൈവറ്റ് ആയിട്ടായിരിക്കും. അപ്പൊ അതിന് നമുക്ക് മെയിൻ ഫംഗ്ഷൻ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, കറക്റ്റ് ആണ്. അതായത് നമുക്ക് ഇവിടെ എന്തായിട്ടാണ് ആക്സസ് ചെയ്തിരിക്കുന്നത്? പ്രൈവറ്റ് ആയിട്ടാണ് ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഇവിടെ പബ്ലിക് ആയിട്ട് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ദാറ്റ് ഈസ് ഈ ഒരു സെറ്റ് പോപ്പുലേഷനും അതേപോലെ ഗെറ്റ് പോപ്പുലേഷനും എന്നീ പറഞ്ഞ ഇത്രയും ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തായി മാറും? ഇവിടെ പ്രൈവറ്റ് ആയിട്ട് മാറും. അതായത് യു എസ് എ എന്ന് പറയുന്ന ക്ലാസ്സിന് പ്രൈവറ്റ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനെ അല്ലെങ്കിൽ പ്രൈവറ്റ് വേരിയബിളിനെ ഡോട്ട് ഓപ്പറേറ്റേഴ്സ് കൊണ്ട് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെ വിളിക്കണമെങ്കിൽ ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ? യു എസ് എക്കകത്ത് പബ്ലിക് ഫംഗ്ഷൻസ് വലുത് എഴുതണം. ആ പബ്ലിക് ഫംഗ്ഷൻസ് വഴി മാത്രമേ എനിക്ക് പ്രൈവറ്റ് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടുത്തെ എറർ എന്താണ്? ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡോട്ട് സെറ്റ് പോപ്പുലേഷൻ ഓഫ് 100 എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? സെറ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ആക്സസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. അതേപോലെ ഒബ്ജക്ട് ഡോട്ട് ഗെറ്റ് പോപ്പുലേഷനും വിളിക്കാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? ഗെറ്റ് പോപ്പുലേഷനും ഒരു പ്രൈവറ്റ് ആക്സസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. ഇത് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ട്രൂ അബൌട്ട് the statement in CTP? സ്റ്റാൻഡേർഡ് വെക്ടർ ഇന്റ് വെക്ടർ ഇനീഷ്യലൈസ് ആയിരിക്കും ഓഫ് 5 എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഇനീഷ്യലൈസ് എ വെക്ടർ വിത്ത് 5 ഇന്റ് ആൻഡ് ഓൾ ഡിഫോൾട്ട് വാല്യൂ ഈസ് 0. Initialize a vector with 5 int. Initialize a vector with 5 int and all default value will be garbage. Initialize a vector with 5 int and all default value will be -1. എന്തായിരിക്കും ആൻസർ? ശരി, നമുക്കിത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ബേസിക്കിലേക്ക് പോവാം. ഇങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇന്റ് എ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുന്നത്? ആരെങ്കിലും പറയും? നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നിങ്ങൾ ഒരു സൈഡിൽ വിട്ടാതിരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? 5 സൈസ് ഉള്ള ഒരു 5 സൈസ് ഉള്ള ഒരു ഇന്റീജർ അറേയാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്. അപ്പൊ നമുക്ക് പറയാം വേറൊരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞൂടെ? ഈ ഒരു എ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് എനിക്ക് 5 ഇന്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞൂടെ? അങ്ങനെ എനിക്ക് പറഞ്ഞൂടെ? എനിക്ക് ഈ എ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് 5 വേരിയബിൾസ് അല്ലെങ്കിൽ 5 ഇന്റിജർ വാല്യൂസ് എനിക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പറഞ്ഞൂടെ? പറയാം. ഓക്കെ, അപ്പൊ 5 ഞാനിപ്പോ ഇങ്ങനെ എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ 5 ലൊക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, 5 ലൊക്കേഷൻസ് ഉണ്ടാവും. ഞാനിവിടെ ഇൻഡെക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ 0, 1, 2, 3, 4 ഇത്ര ഇൻഡെക്സ് ഉണ്ടായി. ഇതിന്റെ അകത്ത് വരുന്ന വാല്യൂസ് എന്തായിരിക്കും? ഇന്റ് എ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന വാല്യൂസ് എന്തായിരിക്കും? ഗാർബേജ് വാല്യൂ ആയിരിക്കും. കാരണം നമ്മളിപ്പോ ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. മെമ്മറി അലോക്കേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഇപ്പൊ ഫ്രീ ആക്കി. ഓക്കെ, ഫ്രീ ആകുമ്പോ ഇവിടുന്ന് ഒരു ഡീറെഫറൻസിങ് ആണ് ഉണ്ടാവുന്നത്. അല്ലാതെ അതിനകത്തുള്ള കണ്ടന്റ് ഫുൾ ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ,
അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ഫ്ലഷ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡീറെഫറൻസിങ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോ നേരത്തെ എന്തെങ്കിലും വാല്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോ അവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കുറെ ഗാർബേജ് വാല്യൂസ് ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇവിടെ 5 ഇന്റിജർ വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓരോന്നിനകത്തും ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് ഗാർബേജ് വാല്യൂസ് ആയിരിക്കും കിടക്കുന്നത്. എനിക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ ഞാൻ അസൈൻ ചെയ്യണം. എ ഓഫ് 0 ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഗാർബേജ് വാല്യൂ മാറി 10 ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ, അതായത് ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ വരുമ്പോൾ, സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ ഉള്ള വെക്ടേഴ്സ്, അതേപോലെ മാപ്പ്, അതേപോലെ സ്റ്റാക്ക് എന്നൊക്കെ പറയുന്ന ക്യൂ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ബാക്കി എല്ലാ കൺസെപ്റ്റും ശരിയാണ്. അതിന്റെ ഡിഫോൾട്ട് വാല്യൂ, ഇന്റിന്റെ ഡിഫോൾട്ട് വാല്യൂ എന്താണോ അതായിരിക്കും. ഓക്കെ, ഇന്റിന്റെ ഡിഫോൾട്ട് വാല്യൂ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 0 ആണ്. അതേപോലെ സ്ട്രിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് നള്ളാണ്. അതേപോലെ ഒരു ഫ്ലോട്ടിന്റെ വാല്യൂ ആണെങ്കിൽ 0.0 ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യത്തിന് എന്തായിരിക്കും ആൻസർ? ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിനകത്ത് എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഏതായിരിക്കും? എ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. അതായത് ഡിഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എനിക്ക് ഇതിനകത്ത് 5 ഇന്റിജർ വാല്യൂ എനിക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനീഷ്യലൈസ് എ വെക്ടർ വിത്ത് 5 int, 5 ഇന്റിജർ വാല്യൂ ഉള്ള ഒരു വെക്ടർ ഞാൻ ഇനീഷ്യലൈസ് ചെയ്യും. അതിന്റെ എല്ലാ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ശരി. void sum underscore function throw എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഹാസ് എറർ, behavior is unknown, function will throw only standard exception definition in exception, function will not throw any exception. ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പഠിച്ചതേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടൊന്നും പഠിച്ചില്ല. ഇതെന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അത് എക്സെപ്ഷൻ ത്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സം അണ്ടർസ്കോർ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് ചിലപ്പോ ഒരു എക്സെപ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ഫോമാറ്റ് ആണിത്. അപ്പൊ ഇതെന്ന് പറയുന്നത് സിന്റാക്ടിക്കലി വാലിഡ് ആണ്. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? ബിയും എയും നമ്മുടെ ഓപ്ഷനിൽ ഇല്ല. ഇനി ഇതെന്ന് പറയുന്നത് ത്രോ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നേ പറയുന്നുള്ളൂ. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? എക്സെപ്ഷൻ ത്രോ ചെയ്യുമെന്നല്ല അതിന്റെ മീനിങ്. അപ്പൊ എന്തായിരിക്കും ആൻസർ? ഫംഗ്ഷൻ വിൽ നോട്ട് ത്രോ എനി എക്സെപ്ഷൻ. ഇതെന്ന് പറയുന്നത് ജനറിക് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷൻ മാത്രമാണ്. ഈ ഒരു ഡിക്ലറേഷൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു എക്സെപ്ഷനും ത്രോ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇനി എക്സെപ്ഷൻ കണ്ടീഷൻ വല്ലതും ഫംഗ്ഷന്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഒരു എക്സെപ്ഷൻ കോൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഫംഗ്ഷൻ വിൽ നോട്ട് ത്രോ എനി എക്സെപ്ഷൻ. ഇനി കുറെ ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ ഫ്രണ്ട് ഫംഗ്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ നിന്ന് ഫ്രണ്ട് ഫംഗ്ഷനിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് എ ഫ്രണ്ട് ഫംഗ്ഷൻ ഇൻ CPP? A function which is not allowed to access any members of a class, a function which is allowed to access only private members of a public members of a class, a function which is allowed to access public and protected members of a class, a function which can access all private, protected, public members of a class. എന്താണ് ഫ്രണ്ട് ഫംഗ്ഷൻ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു മൾട്ടിപ്പിൾ ക്ലാസ്സസിനകത്ത് നമുക്ക് സെയിം ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതിനകത്തുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ്, ഒരു ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പേഴ്സിനെയും പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെയും വേറൊരു ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ വേറൊരു പുറത്തു നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്ലാസിന്റെ പ്രൈവറ്റ്, പബ്ലിക്, അതേപോലെ പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ശരി. A front function can be used to avoid arguments between classes, allow one class to access unrelated classes,
allow access to classes whose source code is unavailable, none of the above. ഓപ്ഷൻ ബി. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബി ആണ്. allow one class to access an unrelated class. അതായത് വേറൊരു ക്ലാസ്സിനകത്തുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് കാരണം allow one class to access an unrelated class എന്ന് പറഞ്ഞതാണ് ഓപ്ഷൻ. ഓക്കെ, prototype for front function must be listed in public declaration section, private declaration section, implementation section, none of the above. ഓപ്ഷൻ എ. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ സി. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ അകത്ത് പബ്ലിക്കും പ്രൈവറ്റും അല്ലാത്ത ഒരു കാര്യത്തിലാണ് എഴുതേണ്ടത്. അതിന് പ്രത്യേകിച്ച് ഒരു സെഷൻ നെയിം ഒന്നുമില്ല. സോ ആൻസർ എന്ന് പറയുന്നത് നൺ ഓഫ് ദീസ്. ഓക്കെ, അത് പബ്ലിക് ഡിക്ലറേഷൻ സെഷനിലോ അല്ല കിടക്കുന്നത്, പ്രൈവറ്റ് ഡിക്ലറേഷൻ സെഷനിലോ അല്ല കിടക്കുന്നത്. ഓക്കെ, സോ നൺ ഓഫ് ദീസ് ആയിരിക്കും ആൻസർ. ഇതെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചില്ല, എന്നാലും ഒന്ന് ഓർത്തു വെച്ചേക്കുക. നമ്മൾ മാപ്പ് എന്ന് പറയുന്നത് നമ്മളെ സിലബസിനകത്തും ഇല്ല, എന്നാലും ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. മാപ്പ് എന്ന് പറയുന്നത് പൈത്തണിലെ ഡിക്ഷണറി പോലുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് ഒരു കീയും കാണും, ഒരു വാല്യൂവും കാണും. ഓക്കെ, ഒരു കീ വാല്യൂ പെയറാണ് ഏതിനകത്തുള്ളത്? ഒരു മാപ്പിനകത്തുള്ളത്. ഓക്കെ, സേ 1 എന്ന് പറയുന്ന ആളുടെ പേര് അല്ലെങ്കിൽ സ്റ്റുഡന്റിന്റെ പേരെന്ന് പറയുന്നത് സേ ABC ആണ്. 2 എന്ന് പറയുന്നത് CDE ആണ്. അങ്ങനെ നമ്മൾ പറയുന്ന ഒരു കീ വാല്യൂ പെയറിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, നമ്മൾ മാപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഡേറ്റ സ്ട്രക്ചർ നമ്മൾ ഈ ഒരു കാര്യം ഏത് ഡേറ്റ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. സോ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ബൈനറി ട്രീ. ഒരു ബാലൻസ്ഡ് ബൈനറി ട്രീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഉള്ള ഓപ്ഷനകത്തുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AVL ട്രീ എന്താണ്? ഒരു ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ്. ഓക്കെ, ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ്. പക്ഷെ ഈ ബൈനറി ട്രീ എന്ന് പറയുന്നത് ബാലൻസ്ഡ് അല്ല. അപ്പൊ എന്തായിരുന്നാലും ഈ ഒരു ഓപ്ഷൻ അല്ല. AVL ട്രീ യഥാർത്ഥത്തിൽ വേറെ ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ് ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. AVL ട്രീ എന്ന് പറയുന്നതും ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ്. പക്ഷെ AVL ട്രീ അല്ല ഏതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, മാപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. വേറൊരു ബാലൻസ്ഡ് ബൈനറി ട്രീ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ കറക്റ്റ് വേ ടു ഇനീഷ്യലൈസ് എ വെക്ടർ ഇൻ CPP? ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വെക്ടർ ഇനിഷ്യലൈസ് ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇനീഷ്യലൈസേഷൻ സിന്റാക്സ്? CPP-യിലാണ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, വേറെ ഏത് ഓപ്ഷനാണ് പറഞ്ഞത്? ഡി തന്നെയാണ് കറക്റ്റ്. ഡി തന്നെയാണ് കറക്റ്റ്. ഓക്കെ, a front function to a class C cannot access a protected data member and a member function, data member of the derived class of C, private data members and member function, public data members and member function. ബി ആണോ സർ? അതായത് ആ സി എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്യുന്ന ആൾക്കാരുടെ ഡേറ്റാ മെമ്പേഴ്സിനെ ഒന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഫ്രണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച്. ആ ക്ലാസിന്റെ മാത്രം പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ് ഈ 3 ഡേറ്റാസിനെയും ഡേറ്റാ മെമ്പേഴ്സിനെ നമുക്ക് ഡേറ്റ ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്പർ ഫംഗ്ഷൻസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഡിറൈവ്ഡ് ക്ലാസ്സിനകത്തുള്ള ഡേറ്റാ മെമ്പേഴ്സിനെ ഒന്നും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് ഫോൾസ് അബൌട്ട് ഫ്രണ്ട് ഫംഗ്ഷൻ? നോട്ട് ഫോൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഫോൾസ് എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി കോൾഡ് ഓർ ഇൻവോക്ഡ് വിത്ത് ക്ലാസ് ഒബ്ജക്ട്. ഇറ്റ് ഹാസ് ഒബ്ജക്ട് ആസ് ആർഗ്യുമെന്റ്. ഇറ്റ് ക്യാൻ ഹാവ് built-in data types as arguments. It must declare only in parts of a class, public part of a class. It does not have this pointer as a argument. Only 2, 4 are correct. Only 1, 2 and 5 are correct. Only 2, 3, 5 are correct. All of these. C correct. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഫ്രണ്ട് ഫംഗ്ഷനെ
ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിന്റെ പാർട്ടല്ല, ഒരിക്കലും ഒരു ക്ലാസിന്റെ പാർട്ടല്ല എന്നു പറയുന്നത് ഫ്രണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അതിനെ ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. Then it has object as arguments. നമുക്ക് ഒബ്ജക്റ്റ് ഫ്രണ്ട് ഫംഗ്ഷൻ വഴി പാസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്തത് ക്ലാസ് എയുടെ ക്ലാസ് ബിയുടെ ഒബ്ജക്റ്റ് ആണ് നമ്മൾ എന്തായിട്ട് പാസ് ചെയ്തത്, ഓർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്തത്. ഇനി വേണമെങ്കിൽ എനിക്ക് ബിൽഡിൻ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്രണ്ട് ഫംഗ്ഷന്റെ ഓർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇറ്റ് മസ്റ്റ് ബി ഡിക്ലെയർഡ് ഇൻ പബ്ലിക് പാർട്ട്. പബ്ലിക് പാർട്ടിലോ പ്രൈവറ്റ് പാർട്ടിലോ ഒന്നും അല്ല എന്ത് ചെയ്യുന്നത്, ഫ്രണ്ട് ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഇനി ദിസ് പോയിന്റർ എന്ന് പറയുന്നത് കറണ്ട് ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ദിസ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. അതൊന്നും ഏതിന്റെ പാർട്ടല്ല, ഒരു ഫ്രണ്ട് ഫംഗ്ഷന്റെ ഒരു പാർട്ടല്ല. അത് നമ്മൾ എന്താണ്, അത് ഓർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതെന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോറി, ഡസ് നോട്ട് ഹാവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡസ് നോട്ട് ഹാവ്, അത് ട്രൂ ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ കറക്റ്റ് ആണ്, തേർഡ് വൺ കറക്റ്റ് ആണ്, ആൻഡ് ഫിഫ്ത് വണ്ണും കറക്റ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് 2, 3, 5. ഓക്കെ, what can overload which of the, we can overload which of the following C++ operator: size operator, conditional operator, arithmetic operator, class number access operator. Arithmetic operator. Arithmetic operators. സൈസ് ഓപ്പറേറ്റർ എന്ന് ഒരാൾ പറഞ്ഞു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു. സോ അതിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ആണ് കറക്റ്റ്. സൈസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇതിനകത്ത് എയും ബിയും ഡിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഓവർലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ, അപ്പോ താങ്ക് യു.